മീൻ പിടിക്കാനായി ആഴക്കടലിൽ പോയവർക്ക് കിട്ടിയത് ടൺ കണക്കിന് ഭാരമുള്ള ശിവലിംഗം. ഗുജറാത്തിലെ കാവിക്കടൽ തീരത്താണ് വളരെ വിചിത്രവും അത്ഭുതകരവുമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഭറൂച്ച് ജില്ലയിലെ ജംബൂസാർ തഹസിൽ കാവി ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് കടലിൽ നിന്നും ക്രിസ്റ്റലിൽ നിർമ്മിച്ച ശിവലിംഗം ലഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇവർ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് എത്തിയത്. ഇതിനിടെ ശിവലിംഗം വലയിൽ കുടുങ്ങുകയായിരുന്നു. ഇതിന്റെ വീഡിയോ അടക്കം ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് സംഭവം വൈറലാവുകയായിരുന്നു. തീരത്തു നിന്ന് ഏകദേശം 185 കിലോമീറ്റർ അകലെ കടലിന് നടുവിൽ നിന്നാണ് ഈ ശിവലിംഗം ലഭിച്ചിരിക്കുന്നത്. 10ഓളം പേർ ചേർന്നാണ് ടൺ കണക്കിന് ഭാരമുള്ള കൂറ്റൻ ശിവലിംഗം കരയ്ക്കെത്തിച്ചത്. നിലവിൽ കവി ഗ്രാമത്തിലെ പുരാതന കമലേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി സൂക്ഷിച്ചിരിക്കുകയാണ് ശിവലിംഗം. സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് ജില്ലകളിൽ നിന്ന് ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ ദർശനത്തിനായി എത്തുന്നുണ്ട്. ശിവലിംഗത്തിനുള്ളിൽ നാഗദേവവും ഒപ്പം മറ്റ് വിഗ്രഹങ്ങളുമൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും മുടങ്ങാതെ ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടക്കുന്നു. ജില്ലാ കോടതിയുടെ തീരുമാനത്തെ തുടർന്ന് 30 വർഷത്തേക്ക് പൂജ നടത്തുന്നതിന് വിലക്കുണ്ടായിരുന്ന ഗ്യാൻവാബിയിലെ വ്യാസ് നിലവറയിൽ പുലർച്ചെ 2 മണിയോടെയാണ് പൂജ നടക്കുന്നത്. അയോധ്യയിൽ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് അനുകൂലമായ സമയം നിശ്ചയിച്ച വിശ്വനാഥ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഓം പ്രകാശ് മിശ്രയും ഗണേശ്വർ ദ്രാവിഡയുമാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗ്യാൻവാബി കോംപ്ലക്സിൽ എത്തിയിട്ടുണ്ട്. കോടതി ഉത്തരവിന് പിന്നാലെ രാത്രി വൈകിയും ഗ്യാൻവാബിയിലെ വ്യാസ് ബേസ്മെന്റിന് പുറത്ത് ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. രാത്രി 10 മണിയോടെ ജില്ലാ മജിസ്ട്രേറ്റും വാരണാസി DIGയും മസ്ജിദ് പരിസരത്തെത്തി. ഇതിന് പിന്നാലെ ബാരിക്കേഡുകളൊക്കെ നീക്കുകയായിരുന്നു. അതേസമയം ഗ്യാൻവാബി കോംപ്ലക്സിന് പുറത്ത് വലിയ രീതിയിൽ പോലീസ് ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാത്രി 2 മണിയോടെ പോലീസ് കമ്മീഷണറേറ്റും ജില്ലാ മജിസ്ട്രേറ്റും ഒരുമിച്ചാണ് മസ്ജിദിന് പുറത്തെത്തി കോടതി ഉത്തരവ് പാലിച്ചെന്ന് അറിയിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം റോഡുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ബാരിക്കേഡുകൾ നീക്കുന്നതും ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു. പൂജകൾ നടത്താനായിരുന്നു SG കോടതി നിർദ്ദേശിച്ചത്. തുടർന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതിന് പിന്നാലെ KVM ട്രസ്റ്റിലെ പൂജാരി ശയനപൂജ നടത്തുകയും തുടർന്ന് ഈ കേസിൽ ഹിന്ദുപക്ഷത്തെ പ്രതികരിച്ച അഭിഭാഷകൻ വിഷ്ണു ജെയിൻ വ്യക്തമാക്കിയിരുന്നു. മുന്നിൽ അഖണ്ഡ ജ്യോതി കത്തിച്ചാണ് പൂജ നടന്നത്. ഇനി മുതൽ എല്ലാ ദേവതകൾക്കും ദൈനംദിന ആരതികൾ നടത്തും. രാവിലെ മംഗളാരതി, ഭോഗാരതി, വൈകുന്നേരമുള്ള ആരതി, സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ആരതി, ഷൈൻ ആരതി എന്നിങ്ങനെ എല്ലാവിധ പൂജകളും നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഗ്യാൻവാബിയിൽ പൂജ നടത്തുക എന്നത് തങ്ങൾക്ക് അഭിമാനമായ നിമിഷമെന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം പൂജകൾക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. ഗ്യാൻവാബി മസ്ജിദിന്റെ കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ച വിധിയെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുകയാണ് ഹിന്ദുപക്ഷം. കോടതി ആരാധനയ്ക്ക് അനുമതി നൽകിയ ഗ്യാൻവാബിയിലെ നിലവറ നന്ദി ഭഗവാന്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നിലവറയിൽ ആരാധനയ്ക്കുള്ള അവകാശം സംബന്ധിച്ച് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഗ്യാൻവാബിയിലെ ഈ നിലവറയിൽ 30 വർഷമായി പൂജകൾ നടന്നിരുന്നില്ല. 1993 വരെ നിലവറയിലെ വിഗ്രഹങ്ങളെ പതിവായി ആരാധിച്ചിരുന്നതായിട്ടാണ് ഹിന്ദുപക്ഷം അവകാശപ്പെട്ടത്. എന്നാൽ 1992 ബാബറി പള്ളി തകർക്കലിന് പിന്നാലെ അന്നത്തെ മുലായം സർക്കാർ ഈ അവകാശം നിർത്തലാക്കുകയും ആരാധനയ്ക്കുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്തു. ഹിന്ദു പുരോഹിതരെയും അവിടെ നിന്ന് നീക്കിയതിന് പിന്നാലെ മാതാ ശൃംഗാർ ഗൗരിയെ വർഷം തോറും ഇവിടെ ആരാധിച്ചു വന്നിരുന്നു. മുസ്ലിം വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ജനുവരി 24 DM നിലവറ ഏറ്റെടുത്തിരുന്നു. തങ്ങൾക്ക് വീണ്ടും ആരാധന നടത്താനുള്ള അവകാശം നൽകണമെന്ന് ഹിന്ദു വിഭാഗം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഈ തീരുമാനത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഹൈക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുമെന്നാണ് മുസ്ലിം വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.